വെക്കേണ്ടത് അല്ലെ, എവിടെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത് അതും പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രോഡക്റ്റിലേക്ക് എത്താം. ഫുൾ ആൻഡ് ഈസി എന്ന നമ്മുടെ പ്രോഡക്റ്റ് എന്തിനുള്ളതാണ് എന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഫുൾ ആൻഡ് ഈസി ഈസ് എ നാച്ചുറൽ ആയുർവേദിക് ഫൈബർ സപ്ലിമെന്റ് ഫോർമുലേറ്റഡ് വിത്ത് ഇസബോൾ, അതായത് ഫിസിലിയം ഹസ്ക് എന്ന് പറയും. ഞാൻ അതിലേക്ക് വിശദമായിട്ട് എത്താം. ഓക്കെ, ഇസ്പഗുല അഥവാ ഫിസിലിയം ഹസ്ക് എന്ന ഒരു നാച്ചുറൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ദെൻ നിഷോദ്, കാലബർണി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അത് ത്രികോൽപോകന്ന എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അമാൽഗാസ് നമുക്കറിയാം, കണിക്കുന്ന ധാരാളം ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതാണ്. സെന്ന, നിലവാക എന്ന് മലയാളത്തിൽ പറയും. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ അതോടൊപ്പം ത്രിഫല എക്സ്ട്രാക്ട് വരുന്നുണ്ട്. അങ്ങനെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ പറഞ്ഞത്. ഇത് എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതശൈലി കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെൽനെസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിസർജനം പ്രോപ്പർ ആകണം അല്ലെ. വിസർജനം എന്ന് പറയുന്നത് അതിന് മുമ്പ് നടക്കുന്ന രണ്ട് പ്രക്രിയയുണ്ട്. ഒന്നെന്ത്, ശരിയായ വിശപ്പ്. ഈ ശരിയായ വിസർജനത്തിൽ അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ശരിയായ സമയത്ത് വിശക്കണം അല്ലെ. വിശപ്പുള്ളപ്പോൾ ആഹാരം കഴിക്കണം. നമ്മൾ പലരും വിശപ്പുള്ളപ്പോഴാണോ കഴിക്കുന്നത്? അതിനെ വിശക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ വിശപ്പുള്ളപ്പോൾ പലപ്പോഴും പറയും ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കരുത്, അരമണിക്കൂർ മുമ്പേ വെള്ളം കുടിക്കാവൂ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ നമ്മള് എന്താ പറയാ, തൊണ്ടയിൽ കിട്ടിയ എന്ത് ചെയ്യുന്ന അപ്പോൾ അത് ഇറങ്ങാനുള്ള വെള്ളം കുടിക്കാം എന്ന് പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ ശരീരത്തിൽ വിശക്കുമ്പോൾ വയറൊലിയുന്നു പറയത്തില്ലേ, ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ആസിഡ്സ് ഒക്കെ ഇങ്ങനെ തയ്യാറായിരിക്കും. വിശന്നിട്ട് വയറ് കത്തുക എന്ന് പറയും. അപ്പൊ അങ്ങനെ വയറ് കത്തിയിരിക്കുന്ന വിധ ഭക്ഷണം കഴിച്ചാൽ അത് പെട്ടെന്ന് ദഹിക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. വിശപ്പുള്ളപ്പോൾ ആഹാരം കഴിക്കുക. 2, അങ്ങനെ ആണെങ്കിൽ ആഹാരം കഴിച്ചാൽ അത് ദഹിക്കുകയും ചെയ്യും. വിശപ്പില്ലാത്തപ്പോൾ ഇത്ര സമയത്ത് ആഹാരം കഴിക്കുന്ന എൻ്റെ ഒരു ശീലമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ചിട്ടയായ ജീവിതക്രമമാണെങ്കിൽ കറക്റ്റായ സമയത്ത് നമുക്ക് വിശക്കും, കറക്റ്റായ സമയത്ത് ഇതെല്ലാം ഒരു ഇതിൽ നടന്നുള്ളൂ. പക്ഷെ നമ്മുടെ ജോലി തിരക്ക് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഇതൊന്നും കറക്റ്റായിട്ട് പാലിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ അമിതമായ ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി, ഇതൊക്കെ നമ്മുടെ ദഹനത്തെ ബാധിക്കും. ദഹനത്തെ ബാധിച്ച സ്വാഭാവികമായിട്ടും വിസർജനം പ്രോപ്പർ അല്ലാതെ പോകും. പ്രോപ്പർ അല്ലാതെ പോയാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും. മലബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? വലിയ പ്രശ്നമാണ്. മലബന്ധം ഒരു ചെറിയ കാര്യമല്ല. ആദ്യത്തെ 1 ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വരും. കാരണം നമ്മുടെ ശരീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടാത്ത, നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിലെ അടക്കം വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കളയുന്ന ഒരു നാച്ചുറൽ ഏർപ്പാടാണത്. അത് നടന്നില്ലെങ്കിൽ ശരീരത്തിൽ ടോക്സിൻ രൂപപ്പെടാൻ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിന്റെ ഫലങ്ങൾ പലതാണ്. പൈൽസ്, അല്ലെങ്കിൽ നമ്മൾ പറയും അർഷസ് എന്ന് നമ്മൾ പറയും, ഭഗന്തരം, ഫിഷർ, അങ്ങനെ പല ഫിസ്റ്റുല, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അവിടെ തൊട്ട് അങ്ങോട്ട് പല രീതിയിലുള്ള അസുഖങ്ങൾ നമ്മൾ എല്ലാവർക്കും പേടിക്കുന്ന കേൾക്കുമ്പോൾ പല പേടിക്കുന്ന ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങളുടെ കാര്യങ്ങൾ പറയും. ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചിട്ട് വല്ലാണ്ട് OCD എന്ന് പറഞ്ഞൊരു സംഗതി, ഒബ്സസീവ് കമ്പൽസറി സിൻഡ്രോം, രോഗഭയം, ഈ പ്രായമാകുന്ന സമയങ്ങളിൽ എപ്പോഴും ആരോഗ്യത്തെ കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ കൂടുതൽ കൺസേൺഡ് ആയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെയൊന്നും പോകേണ്ട കാര്യമൊന്നും ഇതിനകത്ത് ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വെൽനസ് കൺസൾട്ടന്റ് ആകാൻ ഇറങ്ങി തിരിച്ചിട്ട് ഒരു മാനസിക രോഗത്തിന് അടിമപ്പെടുന്ന അവസ്ഥയിലേക്ക് ആരും എത്തരുത്. അത് ഞാൻ പലരും നമ്മുടെ ബിസിനസ്സിലുള്ള പലരും അങ്ങനെയൊക്കെ എത്തിയാൽ ഈ ആരോഗ്യത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആരോഗ്യ ചാനലുകളും അതും ഇതൊക്കെ കണ്ടിട്ട് സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ദൈവമേ, എനിക്കെന്തോ പ്രശ്നമുണ്ട്, പ്രോപ്പറായിട്ട് വയ്ക്കുന്ന പോകുന്നത്, നാളെ ക്യാൻസർ എന്തെങ്കിലും വന്നാലോ, അല്ലെങ്കിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ, എപ്പോഴും ലാബ് ടെസ്റ്റ് ചെയ്യുന്നു, എപ്പോഴും BP ഉണ്ടോ. ഇതൊക്കെ സാധാരണഗതിയിൽ 55-60 വയസ്സൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിപ്പോഴേ വന്നാലോ, അപ്പൊ തന്നെ അത് നല്ലതല്ല. ആദ്യം വന്നാൽ ഉറപ്പാ വ്യാധി വരും. കാര്യം എന്താ? ഭയക്കുമ്പോൾ, വിഷമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഓക്സിറ്റോസിന്റെ ഒക്കെ അളവ്, ഡോപ്പമൈൻ, ഇതൊക്കെ കുറയും. ഹാപ്പി ഹോർമോണുകൾ പലതും കുറഞ്ഞിട്ട് നേരെ കോർട്ടിസോൾ കൂടും. അപ്പൊ ഇമ്മ്യൂണിറ്റി കുറയും. അതുകൊണ്ടാണ് ഇന്ന് ഹോസ്പിറ്റലുകളിൽ എപ്പോഴും
എന്താ ചെയ്യുന്നത്, ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ വെച്ച് നമ്മളുടെ മാനസിക ആരോഗ്യം, എന്താ പറയാ, നമ്മുടെ മാനസിക ആരോഗ്യത്തെ പ്രോപ്പർ ആക്കുന്നതിലൂടെ ഹോർമോൺ ബാലൻസിങ് കറക്റ്റ് ആക്കിയിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നല്ല പല ആശുപത്രികളിലും. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചെത്താം. അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇത് സാഷെ പാക്ക് ആണ്, അറിയാലോ, സാഷെ പാക്ക് ആണ്. ബേസിക്കലി എന്തിനുള്ളതാണ് ഈ പ്രോഡക്റ്റ്? ഹലോ, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പറയണം. ഇത് മെയിൻ ആയിട്ട് എന്തിനുള്ളതാണ്? കോൺസ്റ്റിപ്പേഷനുള്ളതാണ്. ചിലർക്ക് പറയാൻ മടി. അതെന്താ മടിക്കുന്നത്? ഇത് കോൺസ്റ്റിപ്പേഷനുള്ളതാണ് എന്ന് പറയണ്ടേ? ഹലോ, കോൺസ്റ്റിപ്പേഷൻ ഓർ മലബന്ധം, ശരിയല്ലേ? അപ്പോ നമ്മൾ എന്താ പറയുക, ഇതിനകത്തൊന്നും മടിയും നാണവും ഒന്നും വിചാരിക്കേണ്ട ആൾക്കാരൊന്നുമില്ല. കാര്യം എന്താ? വി ആർ വെൽനസ് കൺസൾട്ടന്റ് ആണ്, അതൊക്കെ പറയണം. അപ്പോ നമ്മുടെ പ്രോഡക്റ്റിലെ ഇൻഗ്രീഡിയന്റ് ഒക്കെ ആൾക്കാരോട് ഇതൊക്കെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഒരാൾക്ക് കൊടുക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ 1 മണിക്കൂർ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? എന്തിനുള്ളതാണെന്ന് പറയുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ഇനി കൂടുതൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇതിനകത്തെ പ്രോഡക്റ്റ് ഇന്നതൊക്കെയാണ്, ഇസ്വഗുലയാണ്, ത്രിഫല എക്സ്ട്രാക്ട് ഉണ്ട്, അപ്പൊ അതൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, റിലീഫ് ഫ്രം കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇറഗുലർ ബവൽ മൂവ്മെന്റ്സ്. ഇറഗുലർ ബവൽ മൂവ്മെന്റ്സിന് വയറിനൊരു അസ്വസ്ഥത, പ്രോപ്പർ ആകുന്നില്ല, മോഷൻ പൂർണ്ണമായിട്ട് പോകുന്നില്ല. ഓക്കെ, പൂർണ്ണമായിട്ട് പോകുന്നില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഈ ഇറഗുലർ ബവൽ മൂവ്മെന്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഉറക്കത്തിനും ഒക്കെ അതിനകത്ത് ഒരുപാട് പങ്കുള്ള കാര്യങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്ന സമയം, ഒരു ലഞ്ചും ഡിന്നറും തമ്മിലുള്ള, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും തമ്മിലുള്ള ഇടവേള, ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതിൽ ഒരു കാര്യം പറയാതെ വയ്യ, കഴിയുന്നതും രാത്രി നമ്മുടെ ഡിന്നറിന് വലിയ സ്വാധീനമുണ്ട് കോൺസ്റ്റിപ്പേഷനിൽ. രാത്രിയിൽ പറ്റാവുന്നിടത്തോളം നേരത്തെ ഡിന്നർ കഴിക്കുക. ഡിന്നർ കഴിച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ശീലം ഉണ്ടാകുക. ഇനി ഡിന്നർ ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും തമ്മിൽ ഒരു 12 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടാൽ വളരെ നല്ലത്. ഇതൊക്കെ ഇതിനകത്ത് കോമൺ ആയിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മുടെ പ്രോഡക്റ്റ് ബേസിക്കലി എന്തിനുള്ളതാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് കഴിക്കേണ്ടത്? ഒരു സാഷെ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ഒരു സാഷെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി കലക്കുക. എന്നിട്ട് രാത്രിയിൽ കുടിക്കുക. ദെൻ അതിനുശേഷം ഒരു ഗ്ലാസ് കൂടെ പ്ലെയിൻ വാട്ടർ, അതിൽ കുറച്ചൊക്കെ താഴെ ഉണ്ടാവും, അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും കഴിക്കുക. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു പാക്കറ്റ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആ ഇറഗുലർ ബവൽ മൂവ്മെന്റും അതിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ ആകും. അത്ര നല്ല കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ബോക്സ് കഴിക്കാം. ദെൻ അതിനുശേഷം ആ പ്രശ്നം നമ്മുടെ ശീലങ്ങളൊക്കെ കറക്റ്റ് ചെയ്തൊക്കെ വരുവാണെങ്കിൽ പിന്നെ അത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രോപ്പർ ആണെങ്കിൽ പിന്നെ അത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് കോൺസ്റ്റിപ്പേഷൻ സിവിയർ ആണ്, ഇപ്പോ സിവിയർ മീൻസ് കഴിച്ചിട്ട് ഒന്നും രക്ഷയില്ലെങ്കിൽ ഒരു കാരണവശാലും അത് വെച്ചോണ്ട്. കോൺസ്റ്റിപ്പേഷൻ മീൻസ് ഒരു 3 days ആയിട്ടും പ്രോപ്പർ നമ്മുടെ ശോധന അഥവാ നമ്മുടെ എന്താ പറയുക വിസർജന പ്രക്രിയ പ്രോപ്പർ ആകുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ ഹോസ്പിറ്റലിലെ കാണിച്ചിരിക്കണം. കാരണം ഇനിമയോ മറ്റെന്തെങ്കിലും ഒക്കെ വഴി അപ്പൊ അതിന് വേറെ അതിന്റെ പുറകിൽ മറ്റു പല കാരണങ്ങളും ചിലപ്പോൾ കണ്ടേക്കാം എന്നുകൂടെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. അതിന് ഒരു നോർമൽ കോൺസ്റ്റിപ്പേഷൻ ആണ് എങ്കിൽ അതിനുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഫുൾ ആൻഡ് ഈസി. മറിച്ച് ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമായ ഒരു പ്രശ്നമായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇത് കഴിച്ചിട്ട് നല്ല സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആണ്, ഇത് കഴിച്ചിട്ട് ഒരു മാറ്റമില്ല, ഒരു 4 days ആയിട്ടും ഒരു മാറ്റമില്ല, അത് ഒട്ടും പോകുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. നോർമൽ നമ്മുടെ വെൽനെസിന്റെ ഭാഗമായി, നമ്മുടെ ഭക്ഷണ രീതിയുടെ ഭാഗമായി, ഉറക്കമില്ലായ്മയുടെ ഭാവമൊക്കെ ആയിട്ടുണ്ടാകുന്ന നോർമൽ കോൺസ്റ്റിപ്പേഷനൊക്കെ ഫലപ്രദമായ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചില ക്വസ്റ്റ്യൻസ്. എന്താണ് ഇത് പറഞ്ഞത്? ഇതൊരു നാച്ചുറൽ ഫൈബർ സപ്ലിമെന്റ് ആണ്, മേഡ് വിത്ത് ഇസബൽ അഥവാ ഫിസിലിയം ഹസ്ക്. ആരാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്? പ്രായപൂർത്തിയായ എല്ലാവർക്കും, കോൺസ്റ്റിപ്പേഷൻ ഡൈജഷൻ പ്രശ്നമുള്ള എല്ലാവർക്കും നമുക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാം. പ്രധാനമായിട്ടും ജങ്ക് ഫുഡ് എപ്പോഴും കഴിക്കുന്ന ആൾക്കാർ, അതുപോലെ സമയത്തല്ലാതെ പ്രോപ്പർ ടൈംലി അല്ലാതെ ഫുഡ് കഴിക്കുന്ന ശീലമുള്ള ആൾക്കാർക്ക് ഒക്കെ
ഇത് കൊടുക്കാം. What is the problem in the consumers life that the product is trying to solve? Constipation പല കാരണങ്ങൾ ഉണ്ടാക്കാം. തലവേദന ഉണ്ടാക്കാം, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നം ഉണ്ടാക്കാം, ഉറക്കക്കുറവ് ഉണ്ടാക്കാം. അതുപോലെ നമുക്കറിയാം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം പോകാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ കോൺസ്റ്റിപ്പേഷൻ വഴി ഉണ്ടാക്കാം. പൈൽസും അൾസേഴ്സും അതുപോലെ കുടലിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. ഞാനത് പറഞ്ഞു. എങ്ങനെയാണ് ഫുൾ ആൻഡ് ഈസി ഈ പ്രശ്നം പരിഹരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞു കോൺസ്റ്റിപ്പേഷനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള, നമ്മുടെ മോട്ടി ഹാബിറ്റിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ ഫൈബർ കോമ്പിനേഷൻ ആണ് ഇത്. ഇത് സ്ഥിരമായി കഴിച്ചെങ്കിലേ മോഷൻ കറക്റ്റ് ആകൂ എന്ന ഒരു പ്രശ്നമില്ലാത്ത പ്രോഡക്റ്റ് ആണ്. സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയ പല പ്രോഡക്റ്റുകളും അതില്ലെങ്കിൽ പിന്നെ അത് പോകില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക്, ഹാബിറ്റ് ഫോമിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ ഇത് അത്തരത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഞാൻ ഇതൊന്നും ഇനി പറയുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? ഒരു ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ തീരെ ചെറിയ കുട്ടികൾക്ക് വേണ്ട. നമ്മുടെ ട്രെയിനിങ് ഇതിൽ പറയുന്നത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാന്ന് പറയുന്നത്, ഞാൻ പക്ഷെ അഡ്വൈസ് ചെയ്യുന്നു ഒരു 12-13 വയസ്സിന് മുകളിലെങ്കിലും പ്രായമുള്ളവർക്ക് കൊടുക്കാവുള്ളൂ. അത് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. അത് താഴെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും ബെറ്റർ ടു ഗീവ് ഒരു 12-13 വയസ്സിന് മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ. ഇനി അതല്ല, ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ബെറ്റർ അഡ്വൈസ് ചെയ്യുന്നത് 18 ഇയേഴ്സ്. ഓക്കെ, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഉത്തമം. 13-14 വയസ്സൊക്കെ ആണെങ്കിലും ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്, മറ്റു രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കൊടുക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഓക്കെ.